സംഭവം നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. പഞ്ചായത്ത് ഭരിക്കാൻ ഒരു പിതാവിന് തടസ്സമായത് 2 കുട്ടികളെന്ന നിബന്ധനയായിരുന്നു. മത്സരിക്കാനായി ആ പിതാവ് ചെയ്തതെന്താണെന്നോ? 6 വയസ്സ് പ്രായമുള്ള മകളെ കനാലിൽ മുക്കിക്കൊന്നു. ലോകത്തൊരു പിതാവും ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടാകില്ല. സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനായി മഹാരാഷ്ട്രയിൽ ഒരു പിതാവ് കൊന്നുകളഞ്ഞത് സ്വന്തം മകളെയാണ്. മഹാരാഷ്ട്രയിലെ സന്ദേദിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരുന്നു 28-കാരനായ പാണ്ഡുരംഗിന്റെ മകളോടുള്ള ഈ ക്രൂരത. മഹാരാഷ്ട്രയിലെ നിയമപ്രകാരം 2-ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുമതിയില്ല. പാണ്ഡുരംഗിനാകട്ടെ 2 പെൺമക്കളും ഒരു ആൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. പാണ്ഡുരംഗിന് ആദ്യം പിറന്നത് ഇരട്ട പെൺകുട്ടികളായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിരുന്നു 28-കാരൻ പദ്ധതിയിട്ടിരുന്നത്. മത്സരിക്കാനുള്ള ആഗ്രഹം നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയെ ദത്ത് നൽകാനായിരുന്നു ഇയാൾക്ക് ലഭിച്ച ഉപദേശം. എന്നാൽ തുടക്കത്തിൽ മകന്റെ ജനന സർട്ടിഫിക്കറ്റിൽ തിരിമറി നടത്താൻ പൂനെയിലെ കോർപ്പറേഷൻ ഓഫീസിനെയൊക്കെ പാണ്ഡുരംഗ് സമീപിച്ചു. എന്നാൽ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കാതെ വന്നതോടെ കുട്ടികളിൽ ഒരാളെ കൊലപ്പെടുത്താൻ ഇയാൾ പദ്ധതിയിട്ടു. അങ്ങനെ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ലാതിരുന്ന ക്രൂരനായ ഈ പിതാവ് ഇരട്ട കുട്ടികളിൽ ഒരാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന തീരുമാനത്തിലേക്കെത്തി. അങ്ങനെ ജനുവരി 29-ന് ഇയാൾ നിസാമാബാദിലേക്ക് മകൾ പ്രാച്ചിയുമായി ബൈക്കിലെത്തുകയാണ്. ഇതിനുശേഷം നിസാമാബാദിലെ ഒരു കനാലിന് സമീപത്തേക്ക് മകളെ കൊണ്ടുപോയി. പോകുന്നത് തന്റെ പിതാവിനൊപ്പമായതുകൊണ്ട് പാവം ആ കുഞ്ഞ് ഭയമൊന്നുമില്ലാതെ അയാൾക്കൊപ്പം നടന്നു. എന്നാൽ കനാലിനടുത്തെത്തിയ ഇയാൾ ഒന്നും അറിയാത്ത ആ മകളെ ക്രൂരമായി വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി. കൊലപാതക ശേഷം ഒന്നും അറിയാത്തതുപോലെ അയാൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നീട് കുട്ടിയുടെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പോലീസ് നൽകിയ ചിത്രം നാട്ടുകാരിൽ ചിലർ തിരിച്ചറിഞ്ഞതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. മകളെ കൊന്ന ശേഷം ഗ്രാമത്തിലെത്തി പോലീസിൽ മകളെ കാണാനില്ലെന്ന് പരാതി നൽകുക എന്നതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. എന്നാൽ അതിനുള്ളിൽ തന്നെ പാണ്ഡുരംഗ് പോലീസ് പിടിയിലായി. സംഭവത്തിൽ പാണ്ഡുരംഗിനെയും മക്കളെ ഉപേക്ഷിക്കാനുള്ള ആശയം നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.